പ്രബോധനവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ ചരിത്രമാണ് ഈ സൂറത്തിലൂടെ നാം പഠിച്ചു വരുന്നത്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിന് വലിയ വെളിച്ചം നൽകുന്ന, വഴികാട്ടിയാകുന്ന രൂപത്തിലുള്ള ചരിത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാമയുടേതടക്കം എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം. വിശ്വാസപരമായും കർമ്മപരമായും സ്വഭാവരംഗത്തും കുടുംബ സാമൂഹിക ജീവിതത്തിലുമെല്ലാം നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് ഗുണപാഠങ്ങളാണ് എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം നമുക്ക് പകർന്ന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ആയത്തുകൾ കേൾക്കുമ്പോഴും ആ ആയത്തുകളുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കുമ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് വലിയ വെളിച്ചമാണ്, വലിയൊരു സന്ദേശമാണ്, വലിയ പാഠമാണ് ഈ ആയത്തുകളിൽ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ ഓരോ വിശ്വാസികൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യരായ നാം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ്. ഒരാളെ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നത് നാം ആരും ഏൽപ്പിക്കപ്പെട്ട കാര്യമല്ല. അപ്പൊ ദുനിയാവിൽ തന്നെ നമുക്കറിയാം, ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളെ അതിൻ്റെ പേരിൽ നിർബന്ധിച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്താണ്? അല്ലെങ്കിൽ അയാളെ കുറേ ചീത്ത പറഞ്ഞ്, അയാളോട് ദേഷ്യം പ്രകടിപ്പിച്ച്, അയാളോട് മിണ്ടാതിരുന്ന്, അയാൾക്ക് മടുപ്പുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്ത്, അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകുന്ന ഒരാൾ, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത്, അപകടം നമുക്കെല്ലാവർക്കും അറിയാം. കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും അയൽവാസികളാകട്ടെ നാട്ടിലുള്ളവരാകട്ടെ ആരായിരുന്നാലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവുക, അപ്പോൾ മാത്രമേ ഏതൊരു കാര്യവും അതിൻ്റെ വൃത്തിയിലും ഭംഗിയിലും ആവുകയുള്ളൂ. ദുന്യാവിൻ്റെ വിഷയം ഇങ്ങനെയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരാളെ നമ്മൾ ബലം പ്രയോഗിച്ച്, വളരെ ശക്തി പ്രയോഗിച്ച്, കുറേ ശകാരിച്ച്, അയാളോട് ദേഷ്യപ്പെട്ട്, അയാളോട് മിണ്ടാതിരുന്ന്, അങ്ങനെ ഒരാളെ നിർബന്ധിച്ച് ഒരു കാര്യത്തിലേക്ക് എത്തിക്കുക, അതൊരിക്കലും തന്നെ അയാൾക്ക് മാനസികമായ ഒരു മാറ്റമല്ല ഉണ്ടാക്കുക. മറിച്ച് നമ്മളെ കാണുമ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ, ഞാൻ അയാളുടെ കൂടെ പോയില്ലെങ്കിൽ, ഇങ്ങനെ ചിന്തിച്ച് ശരീരം മാത്രം നമ്മുടെ കൂടെ പോരുന്ന അവസ്ഥയായിരിക്കും. മനസ്സ് കൂടെ ഉണ്ടാവില്ല. മനസ്സിൽ നമ്മോട് വലിയ വെറുപ്പായിരിക്കും, നമ്മളോട് വലിയ അകൽച്ചയായിരിക്കും. ഇതാണ് ഒരു കാര്യത്തിലേക്ക് നിർബന്ധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം. മറിച്ച് അറിഞ്ഞു വരികയാണെങ്കിലോ അതിൻ്റെ മധുരം നുകർന്ന്, അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് മനസ്സുകൊണ്ട് ആ കാര്യത്തെ സ്വീകരിക്കും. എത്രത്തോളം അറിയോ? നമ്മൾ പിറകോട്ട് പോയാലും നമ്മിൽ നിന്ന് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയ ആൾ മുന്നോട്ട് വരും. അതാണ് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുള്ള പ്രത്യേകത.
മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാലുള്ള നേട്ടം അതാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മളോട് അടിവരയിട്ട് അമർത്തി പഠിപ്പിച്ച ഒരു കാര്യമാണ് ലാ ഇക്റാഅ ഫിദ്ദീൻ, അള്ളാഹുവിൻ്റെ ദീനിൽ ബലം പ്രയോഗിക്കുക എന്ന ഏർപ്പാടില്ല. ആരെയും നമ്മൾ കയറിട്ട് വലിച്ച് തള്ളിയിട്ട് കൊണ്ടുവരിക എന്നതില്ല. മറിച്ച് ഖുർആൻ തന്നെ എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു. ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്, അഥവാ നല്ലതും ചീത്തയും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. പകലും രാത്രിയും പോലെ. രാത്രിയായാൽ കറുത്ത അവസ്ഥയാണ്, ഒന്നും വ്യക്തമായി കാണാത്ത അവസ്ഥയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ തെറ്റുകൾ, പാപങ്ങൾ എന്ന് പറഞ്ഞാൽ. പാപങ്ങളുടെ അവസ്ഥ രാത്രി പോലെയാണ്. അത് കറുത്തിരുണ്ടതാണ്, ആരെയും പേടിപ്പെടുത്തുന്നതാണ്. വെളിച്ചമില്ലെങ്കിൽ മുന്നോട്ട് പോകുന്തോറും കുഴിയിലോ കിടങ്ങിലോ അപകടത്തിലോ പെടാൻ സാധ്യത രാത്രി കൂടുതലാണ്. ഇതുപോലെയാണ് പാപങ്ങളുടെ, തെറ്റുകളുടെ അവസ്ഥ. അപ്പൊ ഏതാണ് പാപങ്ങൾ, ഏതാണ് തെറ്റ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ച് കാണിച്ചു തന്നു. അതേപോലെ സത്യം എന്താണ്, നന്മ എന്താണ്, സൽക്കർമ്മം എന്താണ്, അത് പകൽ വെളിച്ചം പോലെ അല്ലെങ്കിൽ പകൽ പോലെ വ്യക്തമാണ്. എവിടെ നോക്കിയാലും കണ്ട് കേട്ട് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ നന്മ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പൊ ഈ നല്ല കാര്യങ്ങളെ എത്തിച്ചു കൊടുക്കുക, തബ്ലീഗ് ചെയ്യുക എന്നാണ് പറയുക. എത്തിച്ചു കൊടുക്കുക. പ്രവാചകന്മാരെല്ലാം ഏൽപ്പിക്കപ്പെട്ട പണി അതാണ്. അവരോടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ബല്ലിഗ് മാ ഉൻസില ഇലൈക. അല്ലയോ പ്രവാചകരെ, വളരെ സ്നേഹത്തോടെയാണ് അല്ലാഹുവിന്റെ വിളി. യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ, ബല്ലിഗ്, നിങ്ങൾ എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത്. അതാ ഖുർആനും അതിൻ്റെ വിശദീകരണവുമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിന് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം എത്താത്ത ഒരു സ്ഥലം ഉണ്ടാവില്ല. കുറേ ആളുകളെ സംശയമാണ്, മലമുകളിൽ വലിയ കാടുകൾക്കിടയിൽ കഴിയുന്ന ആളുകളില്ലേ, അവർക്ക് ആരാണ് ഇതൊക്കെ എത്തിച്ചു കൊടുക്കുക? ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കുന്നതിന് യാതൊരു ന്യായമില്ല. എന്തുകൊണ്ട്? ഒരാൾക്ക് ദുന്യാവിൽ ജീവിക്കാൻ ആവശ്യമായതൊക്കെ അയാൾ കണ്ടെത്തുന്നു, അയാളുടെ മുമ്പിൽ ലഭ്യമാണ്. ഇപ്പോ ഏതൊരാൾക്കും ഇവിടെ ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി രേഖ വേണം. ആ രേഖ ഉണ്ടാക്കണമെങ്കിൽ അതിന് നിർണയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോകണം, വ്യക്തികളെ കാണണം, പല കാര്യങ്ങളും ചെയ്യണം. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ദീനിയായ കാര്യങ്ങൾ മാത്രം കിട്ടുന്നില്ല, അറിയുന്നില്ല, അറിയാനുള്ള വഴികളില്ല എന്ന ചിന്ത ഒരിക്കലും ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ചെറ്റക്കുടിൽ പോലും, മനസ്സിലാണല്ലോ, ഒരു ചെറ്റക്കുടിൽ പോലും അള്ളാഹുവിന്റെ സന്ദേശം എത്താത്തതായി ഉണ്ടാകൂല എന്നാണ്. എല്ലാ സ്ഥലത്തേക്കും, എല്ലാ കുന്നിന്റെ മുകളിലേക്കും താഴ്വരയുടെ ഉള്ളിലേക്കും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഈ സന്ദേശം എത്തും എന്നാണ്. അത് റബ്ബിന്റെ തീരുമാനമാണ്. ഒരു പേപ്പറിലൂടെ, ഒരു ശബ്ദത്തിലൂടെ, അല്ലെങ്കിൽ ഒരാൾ നേരിട്ട് വന്ന് സംസാരിക്കുക വഴി ഏതെങ്കിലും വിധേന അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യം അവിടെ എത്തും എന്നാണ്. അതുകൊണ്ട് ആ നിലക്കൊരു സംശയം, ഒരാശങ്ക നമുക്ക് ഉണ്ടാകേണ്ടതില്ല. വിശുദ്ധ ഇസ്ലാം അത് നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുറെ ആളുകൾക്ക് വന്നു പോകുന്നൊരു വീഴ്ച, ഒരു വലിയ അബദ്ധം, അതാണ് ഇന്നത്തെ ഒന്നാമത്തെ ആയത്ത് പോയി നമ്മൾ പഠിക്കുന്ന കാര്യം. എന്താ വെച്ചാൽ, ഓരോരുത്തരും മറ്റുള്ളവരെ നോക്കിയിട്ട് വിധി പറയും. നീ നന്നാകൂല, നീ ഗുണം പിടിക്കൂല, എന്നെ കണ്ടോ, ഞാനൊക്കെ എത്ര ഉഷാറാണ്, എന്നെ പോലെ ആകാൻ നോക്ക്. ഇങ്ങനെ നമ്മൾ സ്വയം സംസ്കരിക്കുക, നമ്മളെ സ്വയം സംസ്കരിക്കുക. ഞാൻ ഭയങ്കര മാനസിക വൃത്തിയുള്ള, മാനസിക വിശുദ്ധിയുള്ള, നല്ല സംസ്കാരമുള്ള ആളാണ്. നമ്മൾ സ്വയം നമുക്ക് മാർക്കിടുക.
നമ്മുടെ വിചാരണ നമ്മൾ നടത്തുക, മറ്റുള്ളവരെയും നമ്മൾ വിചാരണ ചെയ്യുക. ഇതൊരിക്കലും പാടില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മെ മൂടിയാലല്ലാതെ, നല്ല പേടിയോടെ കേൾക്കേണ്ട ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്കും അവന്റെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. അങ്ങനെ ഹദീസ്. ഒരാളും ഒരാളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ കടക്കൂല. എങ്ങനെയല്ലാതെ? അള്ളാഹു റഹ്മത്ത് കൊണ്ട് മൂടിയാലല്ലാതെ. എന്താ ഇതിനർത്ഥം? നമ്മൾ ചെയ്തു കൂട്ടിയത്, പറഞ്ഞു കൂട്ടിയത്, നമ്മൾ വിചാരിച്ചത്, ആ നന്മകൾ മുഴുവൻ അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചെന്നിട്ട് ഞാനൊന്ന് ഒരു വക്ത് ഒഴിവാക്കാത്ത ആളെയുന്നു, എല്ലാ സുന്നത്തും എടുത്തിരുന്ന ആളെയുന്നു, ഞാനൊക്കെ എത്ര ധർമ്മം കൊടുത്ത ആളാണ്, ഞാനെല്ലാം മറക്കേണ്ടതും മറച്ച്, അതേപോലെ എവിടെയും എന്തൊക്കെ സൂക്ഷിക്കാറുണ്ടോ അതൊക്കെ സൂക്ഷിച്ച് നല്ല അച്ചടക്കത്തിൽ ജീവിച്ച ഒരാളാണ്. നമ്മൾ അവിടെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഏട് നൽകപ്പെടും. ആ ഏട് വായിക്കുമ്പോൾ എല്ലാം അതിലുണ്ടാകും. എവിടെയാണ് തെറ്റിയത്, എവിടെയാണ് പിഴച്ചത് ഒക്കെ അതിലുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയാൽ സ്വർഗത്തിൽ പോകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് മൂടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്. പാപങ്ങൾ ജീവിതത്തിലില്ല. പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കപ്പെട്ട ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ, അഥവാ എല്ലാ മുസ്ലിങ്ങളും സ്വീകരിക്കുന്ന ഖിബില സ്വീകരിച്ച് എല്ലാ മുസ്ലിങ്ങളും അറുക്കുന്നത് അഥവാ ഉലൂഹിയ്യത്ത് അടക്കമുള്ളത് ഭക്ഷിക്കുന്ന, ഷഹാദത്ത് കലിമ ചൊല്ലിയ മുസ്ലിമാണ് എന്ന ബോധ്യമുള്ള ഒരാൾ, അയാളുടെ വിഷയത്തിൽ നമുക്ക് വിചാരണ പറയുക സാധ്യമല്ല. അതേപോലെ തന്നെ ആറ് വിഷയത്തിലും മറിച്ച് എന്ത് അപകടങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇത് ശരിയല്ല, ഈ പ്രവൃത്തി ശരിയല്ല, ഈ പറഞ്ഞ വാക്ക് ശരിയല്ല, ഈ വിശ്വാസം ശരിയല്ല, ഈ സമീപനം ശരിയല്ല, തെറ്റുകളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. മറിച്ച് എന്തില്ല, അയാളെ വിചാരണക്കെടുക്കാനുള്ള അധികാരം നമുക്കില്ല. ഇപ്പൊ ദുനിയാവിൽ നോക്കൂ നിങ്ങൾ, ഓരോ സ്ഥലങ്ങളിലും പാലിക്കേണ്ട മര്യാദകൾ, നിയമങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ, അതേപോലെ ഒരു ഓഫീസിൽ പാലിക്കേണ്ട നിയമങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കാം. നിയമം ലംഘിച്ചാൽ ശിക്ഷിക്കാൻ നമുക്ക് അധികാരമുണ്ടോ? ഇല്ല. നിയമലംഘനം ആരും നടത്തും, അത് ഉറപ്പാണ്. നമുക്ക് ആരോട് പറയാം, നിങ്ങൾ നിയമലംഘനം കാണിച്ച ആളാണ്, നിങ്ങൾ നിയമം തെറ്റിച്ച ആളാണ്, നിയമത്തിന് എതിരാണ് നിങ്ങൾ പോകുന്നത് എന്ന് അയാളോട് പറഞ്ഞു കൊടുക്കാം. അയാൾക്ക് ശിക്ഷ കൊടുക്കേണ്ടത് കോടതിയാണ്, നിയമപാലകന്മാരാണ്. എല്ലാവർക്കും കയറി ഇടപെടാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിചാരണ നടത്തുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരാൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാൾ, അയാളുടെ ഹിസാബ്, വിചാരണ റബ്ബിന്റെ അടുക്കലാണ്. നമുക്ക് അയാളെ വിചാരണ ചെയ്യാൻ പറ്റൂല. ഇവിടെ നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻ ഹിസാബുഹും, അവരുടെ വിചാരണ. ആരുടെ വിചാരണ? നൂഹ് നബി അലൈഹിസ്സലാമയെ മുഖത്ത് നോക്കി എതിർത്തിരുന്ന, വളരെ ശക്തമായി ആക്ഷേപിച്ചിരുന്ന, ഏറ്റവും വലിയ അക്രമം ചെയ്ത് ജീവിച്ചിരുന്ന ആളുകൾ, അവരെ പറ്റി പറയുന്നു, ഇൻ ഹിസാബുഹും ഇല്ലാ അലാ റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കലാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കനുസരിച്ച് കൊടുക്കും. അളവ് അല്ലാഹു വ്യത്യാസം കൊടുത്തൂല. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അത് ഉറപ്പാണ്. നമ്മുടെ മരണത്തോടുകൂടി റബ്ബിലേക്കുള്ള മടക്കം തുടങ്ങി. ആ ദിവസത്തെ പേടിച്ചേ മതിയാകൂ. പിന്നെ എല്ലാ ആത്മാക്കളും, എല്ലാ ശരീരങ്ങളും ചെയ്തു കൂട്ടിയത് പരിപൂർണമായി അനുഭവിക്കാൻ പോകുന്നു. വഹും ലാ യുദ്ലമൂൻ, അനീതി കാണിക്കപ്പെടുകയില്ല.
അവിടെ കറുത്തവൻ, വെളുത്തവൻ, വലിയവൻ, ചെറിയവൻ, സമ്പന്നൻ, ദരിദ്രൻ ഒന്നുമില്ല. വലിയ പുരോഗതിയൊക്കെ നേടിയ രാഷ്ട്രങ്ങളിൽ ജീവിച്ചവർ, വലിയ മെച്ചമൊന്നുമില്ലാത്ത താഴ്ന്ന തരത്തിലുള്ള നാട്ടിൽ അങ്ങനെ ഒരു വേർതിരിവുമില്ല. ആരാണോ സൂക്ഷ്മതയോടെ റബ്ബിന്റെ അടുക്കലേക്ക് എത്തിയത് അവർക്കാണ് അവിടെ പരിഗണന. അതാണ് വിശുദ്ധ ഇസ്ലാം കൊടുക്കുന്ന നീതി എന്ന് പറഞ്ഞാൽ. അതാണ് അതിൽ നീതിയാണ്. ഒരിക്കലും അല്ലാഹുവിൽ നിന്ന് കാണിക്കൂല. അതാണ് ലൗ തശ്ഉറൂൻ. കണ്ടോ, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ആ അക്രമികളായ ആളുകൾ, അവിശ്വാസികളായ ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ ബോധമുള്ളവരാണെങ്കിൽ അല്ലാഹുവാണ് അവരെ വിചാരണ നടത്തുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തും എന്ന് കേട്ടാൽ സഹോദരങ്ങളെ, എന്തുമാത്രം പേടി നമ്മുടെ മനസ്സിൽ വേണം. അള്ളയാണ് നമ്മളെ ചോദ്യം ചെയ്യുക. അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം കൊടുക്കേണ്ടവർ നമ്മളാണ്, ഓരോരുത്തരുമാണ്. ആരും സഹായിക്കേണ്ടവില്ല, ചുണ്ടനക്കൂല, നാവ് ചലിക്കൂല. ആർക്കും ആരെയും വേണ്ടാത്ത ദിവസം. രക്തബന്ധങ്ങൾ വേണ്ട, സാമൂഹിക ബന്ധങ്ങൾ വേണ്ട, രാഷ്ട്രീയ ബന്ധങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. ഒറ്റക്കാണ്. ഓരോരുത്തർക്കും മതിയായതുണ്ടാകും. ഓരോ വ്യക്തികൾക്കും മതിയായത്. എനിക്ക് വേണ്ടത് എനിക്കുണ്ട്. നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും മതിയായത് വേണ്ടത് ആ ദിവസം ഉണ്ടാകും. ആരെയും നോക്കാൻ നേരല്ല, ആരെയും ഏറ്റെടുക്കാൻ നമുക്ക് കഴിയില്ല, അതുറപ്പാണ്. അങ്ങനെയുള്ള ലോകമാണ് പരലോകം എന്നത്. അപ്പൊ അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാഗത്താണോ സത്യം, അതല്ല എതിർത്തിരുന്നവരുടെ ഭാഗത്താണോ സത്യം, ഇത് കൃത്യമായി ബോധ്യപ്പെടുത്തും എന്നാണ്. അതാണ് ഇവിടെ ആ സമൂഹത്തോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചത്. പിന്നെയോ, വമാ അന ബിത്വാരിദിനിൽ മുഅ്മിനീൻ, ഞാനല്ല, അഥവാ നൂഹ് നബി അലൈഹിസ്സലാം അല്ല, ബിത്വാരിദിനിൽ മുഅ്മിനീൻ, വിശ്വാസികളെ ആട്ടിയകറ്റുന്നവനല്ല. ഈ ശത്രുക്കൾക്ക് വേണ്ടി, ഈ നാട്ടിലുള്ള നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെ ആട്ടിയകറ്റുക, കുറ്റപ്പെടുത്തുക, അതേപോലെ അവരെ വേദനിപ്പിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക, അതൊരിക്കലും നൂഹ് നബി അലൈഹിസ്സലാം ചെയ്യൂല. അതൊരു പ്രവാചകൻ ചെയ്യേണ്ട പണിയല്ല. പ്രവാചകന്റെ പണി എന്താണ്? ചേർത്ത് പിടിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, പ്രവാചകരെ നിങ്ങളെ ചിറക് താഴ്ത്തി കൊടുക്കുക. കണ്ടോ, ഈമാനുള്ളവർക്ക് ചിറക് താഴ്ത്തി കൊടുക്കണം. അവരോട് വിനയത്തോടെ എളിമയോടെ ഇടപഴകണം. നല്ല പരുഷ ഹൃദയത്തോടെ കടുത്ത മനസ്സോടെ ഇടപഴകാൻ പാടില്ല. നല്ല നിലക്ക് അവരോട് പെരുമാറണം, ഇടപഴകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നിങ്ങളെങ്ങാനും പരുഷ സ്വഭാവത്തോടുകൂടി പെരുമാറിയാൽ നിങ്ങളെ ചുറ്റിലും അവർ നിൽക്കൂല, നിങ്ങളെ വിട്ടു പോകും. ആരും നമ്മളെ പരിഗണിക്കൂല. കാരണം എന്താ? സ്വഭാവം അത്ര കണ്ട് മോശമാണ്. അപ്പോ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സ്വഭാവം മോശമായാൽ ആരും നമ്മളിലേക്ക് അടുക്കൂല, ആരും നമ്മളെ കേൾക്കൂല. മറിച്ച് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ വ്യക്തി ജീവിതം അത് സാധിക്കുന്ന അത്ര നല്ല രൂപത്തിലാക്കിയാൽ നമ്മെ കേൾക്കാനും ശ്രദ്ധിക്കാനും പരിഗണിക്കാനും നാട്ടിലാളുകളുണ്ടാവും. അതോടൊപ്പം തന്നെ നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ ചേർത്ത് പിടിക്കുന്നവനാകണം. എല്ലാ അർത്ഥത്തിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൽ ബുന്യാൻ, കെട്ടിടം പോലെയാണ്. ഒരു കെട്ടിടത്തിന്റെ 4 ചുമരുകൾ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ അതുപോലെ ഈമാനിക ബന്ധമുള്ളവരാണ് വിശ്വാസികൾ. നമ്മുടെ അയലോകത്തും അതേപോലെ നമ്മുടെ അങ്ങാടിയിലും വിശ്വാസികൾ ഉണ്ടാകണമെന്നില്ല. കുറച്ച് അപ്പുറത്തായിരിക്കും, വേറെ നാട്ടിലായിരിക്കും, എവിടെങ്കിലും ആയിരിക്കും. സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് മാത്രമുള്ള ഒരു സവിശേഷത നോക്കൂ നിങ്ങൾ. അവർ ഒരേ മനസ്സാകാരം. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ ശപിക്കൂല.
അവനെ വഞ്ചിക്കൂല, അവനെ ചതിക്കൂല, അവനോട് ദേഷ്യം പറയൂല, അവൻ വില പറഞ്ഞ ഒരു വസ്തുവിന്റെ മേൽ കയറി വില പറയൂല. എത്രത്തോളം അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസി അന്വേഷിച്ചു പോകുന്ന വിവാഹാലോചന അവൻ ഒഴിവാക്കിയാലല്ലാതെ അവന് മറികടന്ന് ആലോചിക്കുന്ന അവസ്ഥ ഉണ്ടാകൂല. അത് എത്രത്തോളം നോക്കൂ നിങ്ങൾ. അത് ഈമാനും തമ്മിലുള്ള ബന്ധമാണ്. അവർക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയൂ. ഈ സൂറത്ത് നൂഹിന്റെ അവസാനത്തിൽ റബ്ബി ഗഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ തബാറാ. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ എൻ്റെ കൂടെ ഈമാൻ സ്വീകരിച്ചു വന്ന ആളുങ്ങൾക്ക്, ഈമാൻ സ്വീകരിച്ചു വന്ന പെണ്ണുങ്ങൾക്ക് നാഥാ നീ പുറത്തു കൊടുക്ക്. അത് ലോകത്തിന്റെ ഏത് കോണിൽ വസിക്കുന്ന ഒരു വിശ്വാസിക്കും ഈ പ്രാർത്ഥന അനുഭവിക്കാൻ സാധിക്കും എന്നാണ്. അതിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹ് വിശ്വാസികൾക്ക് പുറത്തു കൊടുക്ക്, വിശ്വാസികൾക്ക് മാഫിറത്ത് കൊടുക്ക്. ഏതായി വിശ്വാസം? നമ്മൾ മാത്രമാണോ? അല്ല, നമുക്കറിയുന്ന അറിയാത്ത അടുത്തുള്ള അകലെയുള്ള എല്ലാവരും വിട്ടു, എല്ലാ വിശ്വാസികളും വിട്ടു. അതാണ് പ്രവാചകന്മാരിലൂടെ കിട്ടിയ ഒരു വലിയ മാതൃകയാണ്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയിൽ നിന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആദരവിന് അർഹതപ്പെട്ടവനാണ്. അതിൽ നമുക്കൊരു അഹങ്കാരോ അസൂയയോ ഒന്നും തോന്നാൻ പാടില്ല. അത് നമ്മൾ കൊടുക്കണം. അത് ഈമാനികമായി നമ്മൾ കൊടുക്കുന്ന ഒരു ആദരവാണ്. ആലോചിക്കാണ്, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞൊരു കാര്യം അന്ന് എടുത്തു പറയല്ലേ, വമാ അന ബിത്വാരിദിൽ മുഅ്മിനീൻ, ഞാൻ മുഅ്മിനുകളെ ആട്ടി അകറ്റുന്ന ആളല്ല. ആർക്കെങ്കിലും വേണ്ടി ഒരു വിശ്വാസിയെ അകറ്റുക, ഒരു വിശ്വാസിയെ ഒറ്റിക്കൊടുക്കുക, അത് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ പാരമ്പര്യത്തിൽ ഇല്ല, അവരനുയായികളിലുമില്ല. അതുകൊണ്ട് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ടോ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻ അന ഇല്ലാ നദീറും മുബീൻ. ഞാനാരാ? ഇൻ അന, നിശ്ചയം ഞാൻ, ഇല്ലാ നദീറും മുബീൻ, വ്യക്തമായ ഒരു താക്കീതുകാരനാണ്. വ്യക്തമായ, ആർക്കും ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളെ മുന്നറിയിപ്പ് നൽകുന്ന, ഇങ്ങനൊരു അവസ്ഥ വരാനുണ്ട്, അതിനെക്കുറിച്ച് മുന്നറിയിപ്പാണ്. അത് വലിയ റഹ്മത്തല്ലേ എന്ന് ആലോചിച്ച് നോക്കാണ്. വരാൻ പോകുന്ന വലിയ ഒരു അപകടം, ആ അപകടത്തെക്കുറിച്ച് നിരന്തരമായ മുന്നറിയിപ്പ്. പലപ്പോഴും നമുക്ക് ദുനിയാവിൽ അനുഭവം ഉണ്ടല്ലോ, ഒരു ശക്തമായ മഴയും കാറ്റും വന്നാൽ ഓരോ നിറം, റെഡ്, യെല്ലോ ഇങ്ങനെ കേൾക്കും. അതെന്തിനാ? റെഡ് പ്രഖ്യാപിച്ചാൽ പിന്നെ വല്ലാതെ ആരും എന്ത് ചെയ്യരുത്, പുറത്തുണ്ടാകരുത്, കുട്ടികളൊന്നും സ്കൂളിൽ പോകരുത്. ഇടക്കിടക്ക് ഇങ്ങനെ വരും. മഞ്ഞ പറഞ്ഞാൽ കുറച്ചെന്തെങ്കിലുമൊക്കെ പറ്റും. നമുക്കെല്ലാവർക്കും അറിയാം, നിരന്തരമായ ഉണർത്തലുകളാണ്. അപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ ചിലയിടത്ത് കാണാം പകലും രാത്രി, പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആ ചുവന്ന ലൈറ്റ് ഇങ്ങനെ മിന്നിത്തിളങ്ങണം. എന്തിനാപ്പത്? നമ്മുടെ വണ്ടിക്ക് ലൈറ്റിലായിട്ടാ? അല്ല, നമ്മുടെ വണ്ടിക്ക് ലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണും കാതും ഒന്നും ഇല്ലായിട്ടല്ല, നമുക്ക് കണ്ണുണ്ട്, കാതുണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ടും നിരന്തരമായ മുന്നറിയിപ്പ് എന്തിനാണ്? ഈ ചുവന്ന സിഗ്നൽ എന്തിനാണ്? വലിയ കുഴിയുണ്ട് ഇവിടെ റോഡ് പണി നടക്കുകയാണ്. ലക്ഷങ്ങൾ വിലയുള്ള വണ്ടിയാക്കാരം. ഈ ചുവന്ന ലൈറ്റിനേക്കാളും ശക്തമായ ലൈറ്റ് എൻ്റെ വണ്ടിക്കുണ്ടാവും. എന്നാൽ ഇവിടെ എന്താ അറിയോ, നീ ഒന്ന് വേഗത്തിൽ വന്നാൽ ചെന്ന് ചാടാവുന്ന വലിയ കുഴി ഇവിടെ ഉണ്ട്. അതിനെപ്പറ്റിയൊരു മുന്നറിയിപ്പ് എനിക്ക് ദൂരത്തുനിന്ന് തരികയാണ്. അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും, പല അപകടങ്ങളെ പറ്റി സൂചന, മുന്നറിയിപ്പ്. എന്തിനാണിത്? ഒരു കരുതൽ വേണം. എത്ര തിരക്കുണ്ടെങ്കിലും ശക്തമായ ഒരു കരുതൽ നമ്മുടെ ജീവിതത്തിൽ വേണം. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ലോകത്ത് വന്നു. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ. എല്ലാ പ്രവാചകന്മാരെ പേരുകളും പറയപ്പെട്ടിട്ടില്ല. എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 1.25 ലക്ഷത്തോളം പ്രവാചകർ. എന്തായിരുന്നു അവരുടെ പണി? അവരുടെ പണി എന്തേനു? താക്കീത് കൊടുക്കുക. കത്തിജ്വലിക്കുന്ന നരകം വരാനുണ്ട്, അതാ താക്കീത്. എല്ലാ സുഖവും അനുഗ്രഹവും ആസ്വദിക്കാവുന്ന സ്വർഗം വരാനുണ്ട്, അതിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത. നദാറത്തും ബിഷാറത്തും, സ്വർഗത്തെ കൊണ്ടുള്ള സന്തോഷ വാർത്തയും നരകത്തെ കൊണ്ടുള്ള താക്കീതും കൊടുക്കുന്നവരായി ലോകത്ത് പ്രവാചകന്മാർ ഉണ്ടായി. അതുപോലെ തന്നെ ഇവിടെ മുബീൻ എന്ന് പറഞ്ഞല്ലോ, വ്യക്തമായ എന്ന് പറഞ്ഞാൽ എന്താ? അഥവാ മുജ്തഹിദ് എന്ന അർത്ഥത്തിലാണ്. അഥവാ നൂഹ് നബി അലൈഹിസ്സലാം അങ്ങേയറ്റം അധ്വാനിച്ചു. ചെറിയ അധ്വാനമൊന്നുമല്ല, നന്നായി അധ്വാനിച്ചു, ഭയങ്കരമായി അധ്വാനിച്ചു. ഓരോ വ്യക്തികളെയും കണ്ട് വളരെ നസീഹത്തോടെ ഗുണകാംക്ഷയോടെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആര് നിർവഹിച്ചു? നൂഹ് നബി അലൈഹിസ്സലാം നിർവഹിച്ചു. ആ ജീവിതത്തെ അല്ലെങ്കിൽ ആ പ്രബോധന യാത്ര അതൊരിക്കലും വ്യക്തമായിരുന്നില്ല എന്ന് പറയാൻ കഴിയൂല. ഒരു കെട്ടുകൊടുക്കില്ലാത്ത വിധം, തടസ്സമില്ലാത്ത വിധം നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രയത്നം വളരെ വ്യക്തമാണ്. എന്നിട്ടോ നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പിന്നെ ആ സമൂഹം നൂഹ് നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു, അവർ പറഞ്ഞു, ലഇല്ലം തൻതഹി യാ നൂഹ്, നൂഹേ നിന്റെ പണി നീ നിർത്തുന്നില്ല എങ്കിൽ, ഞങ്ങളോടുള്ള ഈ വാഴ പറയൽ, ഞങ്ങളെ ഉപദേശിക്കൽ, ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തരൽ, ഇത് നീ നിർത്തുന്നില്ല എങ്കിൽ ലതകൂനന്ന മിനൽ മർജൂമീൻ, ഞങ്ങൾ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന പറഞ്ഞത്. നിന്നെ വെറുതെ വിടൂല, നിന്നെ കല്ലെറിഞ്ഞ് ഞങ്ങൾ കൊല്ലും. ആലോചിച്ച് നോക്കാണി, ഈ കാലത്ത് എത്രയോ സ്ഥലങ്ങളിൽ കല്ലേറ് കിട്ടി ഇപ്പോഴും ജീവിക്കുന്ന ആളുകളുണ്ട്, കല്ലേറ് കിട്ടിയിട്ട്. അതേപോലെ ഒരു വാതിന് വേണ്ടി, ഒരു പരിപാടിക്ക് വേണ്ടി സ്റ്റേജ് കെട്ടിയാൽ അത് മുടക്കുന്നവർ, അത് പൊളിക്കുന്നവർ, നൂഹ് നബി അലൈഹിസ്സലാമയുടെ
ഉപദേശം, അതുപോലെ അവിടുന്ന് ഗുണകാംക്ഷയോടുകൂടി അവർക്ക് പകർന്നു കൊടുക്കുന്ന കാര്യങ്ങൾ, ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ അവരുടെ പ്രതികരണം എറിഞ്ഞു കൊല്ലും എന്നായിരുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശല്യമാകുന്ന നായ, ഈ നായയെ നമ്മൾ എറിഞ്ഞ് ഓടിക്കുമല്ലോ, കല്ലെറിഞ്ഞ് ഓടിക്കും. ഇതുപോലെ നായകളെ എറിഞ്ഞ് കൊല്ലുന്ന പോലെ നിന്നെ ഞങ്ങൾ കൊല്ലും. ആ നിലക്കുള്ള ദേഷ്യമായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമയോട് അവർക്കുണ്ടായിരുന്നത് എന്നാണ്. എന്തിൻ്റെ പേരിലാണ്? നൂഹ് നബി അലൈഹിസ്സലാം അവർ സ്വത്ത് കൈവശപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്കുള്ള സ്ഥാനമാനങ്ങൾ പിന്നെ അത് സ്വാധീനിച്ച് അത് സ്വന്തമാക്കാനൊന്നും അല്ല വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു വലിയ ദൗത്യം, അത് ഏറ്റെടുത്ത് ശിരസാവഹിച്ച് നിർവഹിക്കുക എന്ന പണിയാണ് ആ പ്രവാചകൻ എടുത്തത്. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കല്ലേറ് കൊണ്ടു, ചരിത്രമൊക്കെ നമുക്കറിയാലോ. കാൽപാദങ്ങൾ മുട്ടുമുതൽ കാൽപാദം വരെ ചോര ഒലിക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടിയിലൂടെ നടന്നിട്ടുണ്ട്. അതേപോലെ പല്ലുകൾ പോയിട്ടുണ്ട്, ശരീരമാസകലം ചോര ഉണ്ടായിട്ടുണ്ട്. സ്വഹാബത്ത് അവരുടെ ശരീരം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഏത് കാലത്തും വിശ്വാസികൾക്ക് വലിയ പ്രചോദനമാണ്. അതാണ് ഇപ്പോഴത്തെ കാലത്ത് ആര് എത്ര വലിയ കല്ലെറിഞ്ഞാലും ആ കല്ല് പൊട്ടിയ എറിഞ്ഞ ആൾ കുഴങ്ങാന്നല്ലാതെ സത്യത്തിൻ്റെ ആളുകൾ എന്ത് ചെയ്യൂല, ഒരിക്കലും പുറകോട്ട് പോകില്ല. അങ്ങനെ കുറേ ഏറും കൂക്കുവിളികളും ആക്ഷേപങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ട് തന്നെയാണ് സത്യത്തിൻ്റെ ആളുകൾ ഇതുവരെ പോയിട്ടുള്ളത്. അല്ല നല്ല സുഖത്തിലും ആനന്ദത്തിലൊന്നും പോകുന്നു എവിടെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. നല്ലോണം പരിക്ക് കിട്ടും. ആ പരിക്ക് എന്തിനാ നമ്മൾ സഹിക്കണത്? നാളെ സ്വർഗത്തിൽ സുഖിച്ച് കഴിയാനാണ്, ഓർമ്മയൊന്നുമല്ല. അല്ലാതെ ഇവിടെ സുഖിച്ച് കഴിയാനാണെങ്കിൽ അർത്ഥമില്ലല്ലോ. ദുന്യാവിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞതിന് ചതിയുടെ ലോകം എന്നാണ്. അപ്പൊ ഈ ചതിയുടെ ലോകത്ത് സുഖിച്ച് കഴിയാന്ന് പറയുമ്പോൾ അതിൽ യാതൊരു അർത്ഥമില്ല. ചതിയിൽ എന്ത് സുഖമുള്ളത്? നേരെ മറിച്ച് എല്ലാ സുഖങ്ങളും ഒരുക്കപ്പെട്ട ലോകമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ നന്നായി സുഖിച്ച് കഴിയണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ആക്ഷേപവും അതേപോലെ തന്നെ കുറ്റപ്പെടുത്തലും കളിയാക്കലും പരിഹാസവും ഒക്കെ, ചിലപ്പോൾ വീട്ടിലുള്ളവർ നാട്ടിലുള്ളവർ മിണ്ടാതിരിക്കും. അവർ നമ്മളെ കണ്ടാൽ അറപ്പ് കാണിക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനേക്കാൾ വലുത് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതെല്ലാം കേൾക്കേണ്ടി വന്നു എങ്കിൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചരിച്ചു എന്ന് കപടന്മാർ ആരോപണം പറയാനുള്ള കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുള്ള വെറുപ്പായിരുന്നു. അപ്പൊ ആ വെറുപ്പ് തീർക്കാൻ വേണ്ടി ഇനി ആയിഷ ഉമ്മാനെ വല്ലതും പറഞ്ഞു നോക്കാം, എന്നാലെങ്കിലും നബിക്ക് ഇളക്കണ്ടാകുമോ നോക്കിയതാ. അവിടെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. എന്തൊക്കെ കാണിച്ചു നോക്കി. അപ്പൊ സഹോദരങ്ങളെ, അത് ലോകത്ത് ഉണ്ടായ ഒരു സംഗതിയാണ്, അത് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം വരെ നമുക്ക് വേണ്ട, നമ്മുടെ കൈവശമുണ്ടായിരിക്കേണ്ട ആ സത്യം, അത് ഇതാണ് സത്യം എന്ന് ഉറപ്പായതുകൊണ്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നത്. ബാക്കി എന്തൊക്കെ ലോകത്തുണ്ട് അതൊന്നും നമ്മൾ സത്യമായിട്ട് കാണുന്നില്ല. സത്യം ഒന്നും, അതിൻ്റെ മുഖം ഒന്നാണ്, അതിൻ്റെ രൂപവും ഭാവവും എല്ലാം ഒന്നാണ്. അതിലേക്ക് എത്തിക്കുന്ന വഴികൾ പലതാണ്. എല്ലാ വഴികളും ഒന്നിലേക്കാണ് എത്തുക. അഥവാ ചെറിയ അരുവികളും വലിയ തോടുകളും ചെറിയ ചാലുകളും എല്ലാം ഒഴുകിയെത്തുക വലിയ ഒരു സമുദ്രത്തിലേക്കാകാരം. സത്യം എന്ന സമുദ്രത്തേക്കാൾ അറ്റം കാണാൻ പറ്റാത്തതിലേക്കാണ് എല്ലാ പ്രവൃത്തികളും നമ്മളെ കൊണ്ടെത്തിക്കുക, സൽക്കർമ്മങ്ങൾ കൊണ്ടെത്തിക്കുക. അതിന് ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് സത്യത്തിൻ്റെ വക്താക്കളാകാൻ സാധിച്ചു എന്നത് വലിയൊരു സൗഭാഗ്യമാണ്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം നമുക്ക് ഈ റമദാനിലെ
നമ്മുടെ ക്ലാസ് ഇന്നിവിടെ പൂർത്തിയാക്കാൻ സാധിക്കുക. അത് ചെറിയ ഒരു അനുഗ്രഹമല്ല, വലിയ ഒരു സൗഭാഗ്യമാണ്. ഇതിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞേ മതിയാകും, നന്ദി കാണിച്ചേ മതിയാകും. ഒരിക്കലും നമ്മൾ അലസന്മാരാകാൻ പാടില്ല. നമ്മുടെ മനസ്സിലേക്ക് വന്നോന്നറിയില്ല, ശരിക്ക് നമ്മുടെ ഈ സംവിധാനം, ഈ പള്ളിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഓരോ അവസ്ഥകളും ഇങ്ങനെ ആലോചിച്ചാൽ നമുക്കെന്നെ മനസ്സിൽ ഒരു അത്ഭുതം, ഒരു ആശ്ചര്യം വന്നു പോകും. അതാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. നന്നായി നമ്മുടെ റബ്ബിനോട് ഹംദ്, അവനെ സ്തുതിക്കണം എന്നാണ്. സ്വസ്ഥമായി നമുക്ക് അള്ളാഹുവിൻ്റെ ദീൻ കേൾക്കാനും കേൾപ്പിക്കാനുമുള്ള ഒരു സംവിധാനമാണ്, ചെറിയ കാര്യമല്ല. നമുക്ക് ഇവിടെ കഴിയാൻ ഒരു വീടുണ്ടായി കിട്ടി എന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് സത്യത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി ഒരു ഭവനം ഒരുക്കപ്പെട്ടു എന്നത്. അതിൻ്റെ ഭാഗമാകാൻ, അതിലെ പങ്കാളികളാകാൻ കഴിഞ്ഞു എന്നത് അതിലേറെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും റമദാൻ കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കല്ല, തളരല്ല. റമദാനിന് ശേഷവും തിങ്കളാഴ്ചയിൽ നമ്മുടെ ക്ലാസ് ഉണ്ടാവും. നമ്മുടെ വക ഒരാൾക്ക് ഇത് അറിയിപ്പായി കൊടുത്തിട്ട് അയാളെ കൂട്ടി വരാനുള്ളൊരു സന്നദ്ധത, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ അയൽപക്കത്തും നമ്മുടെ അറിവിലൊക്കെ ഉള്ളവരെ ഇതിൻ്റെ അവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുത്ത് ഒരു അരമുക്കാൽ മണിക്കൂർ, ഒരു മണിക്കൂർ എൻ്റെ കൂടെ നിന്ന് പോര്, അങ്ങനെ പറഞ്ഞ് അവരെ കൂട്ടി നമ്മൾ കൊണ്ടുവരണം. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ലാഭം നമുക്കാണ്. നമ്മളപ്പോൾ ആദ്യമൊക്കെ വണ്ടിക്കൂലി പോവുകയോ, അല്ലെങ്കിൽ ഞാൻ ഇനി അല്ലെങ്കിൽ വണ്ടി തിരക്കാണ്, അയക്കുന്ന ഒരാളെ കയറ്റി, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഒരാൾ വന്ന് കേട്ട് ഉൾക്കൊണ്ട് വെളിച്ചം കിട്ടിയാൽ വണ്ടിയിലെ തിരക്കും വണ്ടിക്കുള്ള പൈസയും ഒന്നും നമുക്ക് നഷ്ടാവില്ല. അതിനേക്കാളൊക്കെ വലിയ ലാഭം ഇതുകൊണ്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചെറിയ പെരുന്നാൾ നിസ്കാരം ഇവിടെ വെച്ച്, നമ്മുടെ പള്ളിയുടെ പരിസരത്ത് വെച്ച് കൃത്യം 7:15 ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിക്കണം. 7:15 ഒരു സുബഹി കഴിഞ്ഞാൽ ഒരു 1.25 മണിക്കൂറുള്ളൂ. വളരെ നേരത്തെ തന്നെ നിസ്കാരത്തിലേക്ക് വരാനുള്ള ഒരുക്കം എല്ലാവരും നടത്തണം. നിസ്കാരം, ഏത് നിസ്കാരത്തിൻ്റെ പ്രത്യേകത, അത് മുസല്ലയിൽ, പള്ളിയിലല്ല. ഏത് നിസ്കാരം കാരണങ്ങളില്ലെങ്കിൽ പുറത്ത് നിസ്കരിക്കലാണ് സുന്നത്ത്. അപ്പം ആ സുന്നത്തിനെ നമ്മൾ ഒഴിവാക്കിയിട്ട്, സുന്നത്തിന് മാറ്റി വെച്ചിട്ട് തൽക്കാലം നമുക്ക് പള്ളിയിലാക്കിക്കൂടെ എന്ന് ചിന്തിക്കൽ എന്തല്ല, വിശ്വാസിക്ക് ഭൂഷണമല്ല, വിശ്വാസിക്ക് ഭൂഷണമല്ല. പള്ളി സ്ഥലമില്ലായിട്ടോ പള്ളി സൗകര്യമില്ലായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ് നിസ്കരിച്ചത് ഒക്കെ പുറത്താണ്, ഒക്കെ പുറത്താണ്. അതാ അതിന് സന്ദേശം ഉണ്ടായില്ല, അതിൽ ഇസ്ലാമിൽ ഒരു ഹിക്മത്തുണ്ട്. അപ്പോൾ ആ ഹിക്മത്ത്, ആ സുന്നത്തിനെ നമുക്ക് ജീവിപ്പിക്കാൻ സാധിക്കണം. അൽഹംദുലില്ലാഹ് നല്ല കാലാവസ്ഥയാണ്. നമുക്ക് ഏതെല്ലാം ആളുകളിലേക്ക് ഈ മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ അവർക്കെല്ലാം കൊടുത്ത് അവരോടും കുടുംബസമേതം നമ്മുടെ ഈദ്ഗാഹിൽ പങ്കെടുക്കാനുള്ള നമ്മുടെ ഒരു ക്ഷണം, ഒരു പ്രേരണ അവർക്കും നമ്മൾ നമ്മുടെ വകയായി കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങളും അതിൻ്റെ ചിട്ടയിൽ വ്യവസ്ഥയോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നിസ്കാരത്തിന് മുസല്ലി കാര്യങ്ങളൊക്കെ എടുത്ത് വരിക, ഒലു എടുത്ത് വരിക, അതൊക്കെ നമുക്ക് കൂലി കിട്ടാൻ കാരണമാണ്. ഒലു എടുത്ത് വരുമ്പോൾ അതിൻ്റെ കൂലി വേറെയാണ്. അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചു വരിക, കാരണം നോമ്പില്ല എന്ന് ഉറപ്പിക്കാനാണ്. ചെറിയ പെരുന്നാളിന് വല്ലതും കഴിച്ചു വരണം, വലിയ പെരുന്നാളിന് കഴിക്കാതെയും വരണം, അങ്ങനെയാണ് സുന്നത്ത്. അപ്പം എന്തെങ്കിലും കഴിച്ചു വരിക, കാരണം അന്ന് നോമ്പില്ല എന്ന് ഉറപ്പിച്ചിന് പോരുകയാണ്. അപ്പം ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. തക്ബീറൊക്കെ ചൊല്ലി പോരുക, വീട്ടിൽ നിന്ന് തന്നെ പോരുന്ന വാഹനത്തേക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീറൊക്കെ ചൊല്ലി അങ്ങനെ നമ്മൾ വരിക. അപ്പം ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നന്മകളിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പിച്ചു കൊണ്ടുപോകാനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിലെ വളരെ വിലപ്പെട്ട മണിക്കൂറുകൾ, ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതെല്ലാം പരമാവധി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.